നമ്മള് ബീഡ്സിന്റെ ബോക്സ് ഒക്കെ ഇല്ലേ ഭയങ്കര അലങ്കോലായിട്ട് കിടക്കുകയാണ്. അതിനെ കൊണ്ട് തന്നെ ഏതൊക്കെ ബീഡ്സാ കയ്യിൽ ബാക്കിയുള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാന്ന് വെച്ചിട്ട് ബോക്സ് കൊണ്ട് എടുത്തപ്പോഴാണ് അതിന് എനിക്ക് വേറൊരു സാധനം കിട്ടിയത്. പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, വേണമെന്ന് വെച്ചൊരു സാധനം നോക്കുകയാണെങ്കിൽ മഷി ഇട്ട് നോക്കുകയാണെങ്കിൽ അതിനെ കാണൂല, അല്ലാത്ത സമയം അത് കൺമുന്നിൽ കൂടെ ഇങ്ങനെ പറന്ന് നടക്കും. എന്തായാലും വേണ്ടിയില്ല, ഉർവശി ശാപ ഉപകാരം എന്ന് കേട്ടിയില്ലേ, അതുപോലെ തന്നെ ഇതിപ്പൊക്കെ ഉപകാരത്തിൽ പെട്ടു. അപ്പൊ ഇന്നത്തെ താജ്മഹൽ ഇതിന്റെ മുകളിൽ തന്നെ അങ്ങോട്ട് പണിയാ. അപ്പൊ ആദ്യം തന്നെ നമ്മള് കമ്മലിന് സ്റ്റഡൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലത്തെ 2-3 എണ്ണം ഉണ്ടാക്കി എടുക്കണം. പിന്നെ അത് വെച്ചിട്ടാണ് നമ്മളെ ഹെയർ ബാൻഡിന്റെ ബാക്കി മിനുക്ക് പണികൾ. ഇനിയൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എന്തൊക്കെയാ ചെയ്തതെന്ന് നിങ്ങൾ തന്നെ കണ്ടില്ലേ. അപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി വന്നിട്ടുള്ള കുന്തൻ സ്റ്റോണും കൂടെ അതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മളെ ഐഡിയ പോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് നമ്മളെ ഹെയർ ബാൻഡിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ ഹെയർ ബാൻഡിന്റെ ഫൈനൽ ലുക്ക്. പണ്ട് പീലിക്കുട്ടി ഹെയർ ബാൻഡ് വാങ്ങാൻ പോയപ്പോഴേ കടയിൽ കണ്ടിട്ട് വില ചോദിച്ചപ്പോഴേ 150 രൂപ. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇതുപോലത്തെ ഒന്ന് ഉണ്ടാക്കണം. എന്തായാലും ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് സപ്പോർട്ടും കൂടി ചെയ്യണേ. ബൈ.